ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഒരിക്കൽ പണമുള്ളവർക്ക് അത് നഷ്ടപ്പെട്ടാൽ, ഇനി അല്ലെങ്കിൽ സ്വതവേ ദാരിദ്ര്യത്തിലിരിക്കുന്നവർക്ക് പണമില്ലാതാകുമ്പോൾ ഈ ലോകത്തിൽ യാതൊരു വിലയും ലഭിക്കുന്നതല്ല. അതാണ് 36-ാമത്തെ ശ്ലോകം. ക്വചിത് ക്ഷീണധനഃ ശയ്യ ആസന അശനാദി ഉപഭോഗ വിഹിനഃ യാവത് അപ്രലബ്ധ മനോരഥ ഉപഗത ആദാന അവസീത മതിഹി തതസ്തതഃ അവമാനാദീനി ജനാത് അഭിലഭതേ. ക്വചിത് ക്ഷീണധനഃ, ചിലപ്പോൾ പിടിപ്പുകേടുകൊണ്ടോ കഷ്ടകാലം വന്നതുകൊണ്ടോ കയ്യിലുള്ള ധനം നഷ്ടപ്പെടുമ്പോൾ, ഇല്ലാതാകുമ്പോൾ, പിന്നീട് ഒരു കിടപ്പിന് വേണ്ടി, അതായത് ഒരു വീടിനു വേണ്ടി, ശയ്യ, ആസനം, അശനം, ഒന്ന് ഭക്ഷണം കഴിക്കാൻ, ഉപഭോഗവിഹീനഃ തുടങ്ങിയ ഉപഭോഗ വസ്തുക്കൾ വേണ്ട രീതിയിൽ ലഭിക്കാതെ, യാവത് ഏത് നേരത്തും അപ്രലബ്ധ മനോരഥ ഉപഗത ആദാനേ, താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനോരഥങ്ങൾ അപ്രലബ്ധം കയ്യിൽ കിട്ടാതെ വരുമ്പോൾ അത് എത്തിപ്പിടിച്ച് അടക്കുന്നതിൽ ഉപഗതാദാനെ അവസിതമതിഹി, നിശ്ചിത ബുദ്ധിയായി പുറപ്പെട്ട്, അതായത് ചില ആളുകളിൽ നിന്ന് എനിക്കിത് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയൊക്കെ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് അവസാനം അപമാനമായിരിക്കാം ഉണ്ടാവുക. തതജനാത്, അതാതിടത്തിൽ നിന്ന്, അത്തരം ആളുകളിൽ നിന്ന് അവമാനാദീനി അഭിലഭതേ, അവമാനാദികളെ അനുഭവിക്കേണ്ടി വരുന്നു. അതാണ് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത്. കഷ്ടകാലം വരുമ്പോഴാണ് ശരിക്കും നമുക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുവരെ നമ്മൾ വിളിക്കുമ്പോഴേക്കും ഓടിയെത്തുന്നവർ പണം നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ ചിലപ്പോൾ വിളിക്കാൻ പോലും, അല്ലെങ്കിൽ വിളിച്ചാൽ വരാൻ പോലും മടിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കാൻ മടിച്ചേക്കാം, ഫോൺ വിളിക്കാൻ മടിച്ചേക്കാം, ഒന്ന് അന്വേഷിക്കാൻ പോലും വരാത്തവരും ഉണ്ട്. അപ്പോഴൊക്കെയാണ് ശരിക്കും ആളുകളെ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ കയ്യിൽ പണം ഇല്ലാതിരിക്കുമ്പോൾ എല്ലാവരാലും തഴയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള പണമിടപാടുകൾ നടത്തി പരസ്പരം ശത്രുതയിൽ നിൽക്കുന്നവരാണെങ്കിലും ചില ബന്ധങ്ങൾ, വിവാഹ ബന്ധങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടവയാണ്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ തമ്മിലായിരിക്കും, അല്ലെങ്കിൽ ഈ വീടുകളിലുള്ളവർ തമ്മിലായിരിക്കും വിവാഹബന്ധം നടത്തേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായേക്കാം. അതാണ് 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏവം വിത്ത വ്യതിശങ്ക വിവൃദ്ധ വൈരാനുബന്ധഃ അപി പൂർവവാസനയാ മിഥ ഉദ്വഹതി അഥ അപവഹതി. ഏവം, ഇപ്രകാരം പലവിധത്തിലുള്ള വിത്ത വ്യതിശങ്കം, ധനമിടപാടുകൾ നടത്തി, വിവൃദ്ധം, അതുമൂലം ഉണ്ടാകുന്ന വൈരം, വിദ്വേഷം, അത് ഉള്ളിൽ വെക്കുമ്പോൾ പോലും അതിനാൽ അനുബന്ധഃ അപി, ആ വിദ്വേഷം മനസ്സിൽ വെച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും ഈ വീടുകളിൽ ഉള്ളവർ തമ്മിലാണ് വിവാഹബന്ധത്തിന് അവരുടെ പൂർവജന്മവാസനയാൽ യോഗമെങ്കിൽ അത് നടത്തി കൊടുക്കേണ്ടതായും വരും. എന്നാൽ അതാണ് പൂർവവാസനയാ മിഥഃ ഉദ്വഹതി, അവരുടെ പൂർവ സംസ്കാരവശാൽ ഈ രണ്ട് കൂട്ടക്കാർക്കും വിവാഹം പോലെ ഉള്ള ബന്ധങ്ങളിലൂടെ വീണ്ടും പരസ്പരം കാണേണ്ടി വരുന്നു, പരസ്പരം ഇടപഴകേണ്ടി വരുന്നു. എന്നാൽ അധികകാലം അത്തരം ബന്ധങ്ങൾ നിൽക്കാതെ അഥ അപവഹതി, ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. എങ്ങനെയെങ്കിലും ഈ കച്ചവട സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും അവൻ പിന്നെയും ഇതിലേക്ക് തന്നെ വരുന്നു. അതായത് ഈ സംസാര ക്ലേശത്തിൽ നിന്ന് മരണത്തിലൂടെ രക്ഷപ്പെട്ടു പോയാലും
വീണ്ടും ഇതേ കാട്ടിൽ തന്നെ അവൻ എത്തിച്ചേരുന്നതാണ്. അതാണ് 38ാമത്തെ ശ്ലോകം. ഏതസ്മിൻ സംസാര അധ്വനി നാനാക്ലേശ ഉപസർഗബാധിത ആപന്ന വിപന്നോ യത്ര യഹ തം ഊഹ വാവ ഇതരഹ തത്ര വിസൃജ്യ ജാതം ജാതം ഉപാദായ ശോചൻ മുഹ്യൻ ബിഭ്യൻ വിവദൻ ക്രന്ദൻ സംഹൃഷ്യൻ ഗായൻ നഹ്യമാനഃ സാധുവർജിതോ നയേവ ആവർത്തത്തെ അദ്യാപി യത ആരബ്ധ ഏഷ നരലോകസാർത്ഥോ യമധ്വനഃ പാരം ഉപദിശന്തി. ഏതസ്മിൻ സംസാര അധ്വനി, ഈ സംസാരമാർഗത്തിൽ നാനാക്ലേശ ഉപസർഗബാധിതഃ, പലവിധത്തിലുള്ള ക്ലേശബാധകളാൽ ബാധിതനായി, യഹ യത്ര, യാതൊരാൾ എവിടെയെങ്കിലും വെച്ച്, ആപന്ന വിപന്നഃ, കൊടും വിപത്തിൽ പെടുകയോ മരിച്ചു പോവുകയോ ചെയ്യുന്നുവോ. അതായത് ഈ സംസാര ലോകത്തിൽ വെച്ച് ആരാണ് എപ്പോഴാണ് പോവുക എന്ന് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ അയാൾ മരിക്കുന്നത് വരെയൊക്കെ ആ മരിച്ചവർക്ക് തോന്നും, ഞാനില്ലെങ്കിൽ എൻ്റെ ചുറ്റിലുമുള്ളവരുടെ ജീവിതം ആകെ കുഴഞ്ഞു മറിയും എന്നാണ്. പക്ഷേ അതൊക്കെ വെറുതെ തോന്നുകയാണ്. നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയാലും ലോകം പഴയതുപോലെ തന്നെ അങ്ങനെ അങ്ങ് ഒഴുകിപ്പോവുക തന്നെ ചെയ്യും. അതാണ് ഇഹ വാവ തം തത്ര. ഒരാൾ മരിച്ചാൽ അയാളെ അവിടെ തന്നെ വിസൃജ്യ, വിട്ടിട്ട്, ഇതരഹ, മറ്റുള്ളവർ, ജാതം ജാതം ഉപാദായ, അപ്പോൾ ആരാണോ ബാക്കിയുള്ളത് അവരെയും കൂടെ കൂട്ടി കുറച്ചുനാൾ ഈ മരിച്ചു പോയ ആളെ കുറിച്ചൊക്കെ ദുഃഖിക്കുമായിരിക്കും. ശോചൻ, മുഖ്യൻ, മോഹിച്ചും, ബിഭ്യൻ, പിന്നീടുള്ള അവരുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. കുറച്ചുനാൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നൊക്കെ ഭയന്ന് ജീവിച്ചെന്ന് വരാം. വിവിധൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാം. ക്രന്ദൻ, മുറവിളി കൂട്ടിയും. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം പിന്നീട് ഒരു ദിവസം ചിരിച്ചും കളിച്ചും. സംഹൃഷ്യൻ, ഗായൻ, നഹ്യമാനഃ, പരസ്പരം വീണ്ടും തുടങ്ങും നിന്ദിക്കാനും അപമാനിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകും. അങ്ങനെ ഭവാടവി എന്ന ആ ഒരു വിശദീകരണത്തെ പതുക്കെ ഉപസംഹരിക്കുന്നതിൻ്റെ ഭാഗമായി പറയുന്നു. ഇങ്ങനെ പറഞ്ഞ ഏഷഃ നരലോക സാർത്ഥഃ, ഈ മനുഷ്യ സമൂഹം തന്നെയായിരിക്കുന്ന വണിക് സംഘം, യതഃ ആരബ്ധഃ, എവിടെ നിന്നാണോ അവർ തുടങ്ങിയത്, അതായത് ആ പരമാത്മാവിൽ നിന്നാണ് ഓരോ ജന്മവും തുടങ്ങുന്നത്. എവിടെ നിന്ന് യാത്ര തുടങ്ങിയോ ആ തുടങ്ങിയിടത്തേക്ക് യം അധ്വനഃ പാരം ഉപദിശന്തി, യാതൊന്നിനെയാണോ ഈ സംസാരമാർഗത്തിൻ്റെ അങ്ങേയറ്റമായി പരമപദമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെയുള്ള ആ പദത്തിലേക്ക്, ആ ഉന്നതമായ തലത്തിലേക്ക്, ആത്മീയതയിലേക്ക്, അല്ലെങ്കിൽ വിഷ്ണുപദത്തിലേക്ക് സാധുവർജിതഃ, ഭക്തനല്ലാത്ത ഒരുവൻ, അദ്യാപിന്ന ആവർത്തത്തെ ഏവ, തിരിച്ചെത്തുന്നതേ ഇല്ല. അവരീ കാട്ടിൽ തന്നെ ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന ആഗ്രഹം പോലും പലർക്കുമില്ല. ആദ്യം വേണ്ടത് ആ ആഗ്രഹമാണ്. അങ്ങനെ വരുമ്പോഴാണ് അതിനെന്ത് മാർഗം എന്ന് ചിന്തിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് തുടങ്ങിയിടത്ത് തിരിച്ചെത്താൻ പറ്റാത്തത്? കാരണം ഈ ലോകത്ത് ഈശ്വര വിശ്വാസികളിൽ പോലും ആത്മീയതയിലേക്ക് എത്തണമെന്ന ആഗ്രഹം ഇല്ല. അതൊക്കെ സന്യാസിമാർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും ഞങ്ങളെ പോലുള്ളവർക്ക് മനസ്സിലാകില്ല എന്ന ഒരു മുൻവിധിയോടുകൂടെയാണ് ആളുകൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കണമെന്ന് പോലും അവർക്ക് തോന്നുന്നില്ല. അതിന് കാരണം ഒന്ന്, അവരുടെ ആ പൂർവജന്മ കർമ്മഫലമായിട്ട് ഇനിയും ഈ ലോകത്ത് വന്ന് അനുഭവിക്കേണ്ടതുണ്ട്. അത് വേറെ കാര്യം. അത് തീരാൻ നിൽക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ കേൾക്കണം എന്ന് തോന്നുകയുള്ളൂ. എങ്കിൽ മാത്രമേ, അത്തരത്തിലുള്ളവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് 39ാമത്തെ ശ്ലോകം. യത് ഇദം യോഗാനുശാസനം ന വാ ഏതത് അവരുന്ധതേ യത് ന്യസ്തദണ്ഡാ മുനയഃ ഉപശമശീലാഃ ഉപരതാത്മാനഃ സമവഗച്ഛതി. യത് ഇദം, എന്തെന്നാൽ, ന്യസ്തദണ്ഡാഃ,
പ്രാണിപീഡനം ഉപേക്ഷിച്ച്, അതായത് എല്ലാവരിലും കരുണ ചൊരിയുന്ന ആ സന്യാസ വൃത്തി സ്വീകരിച്ചവരും, ഉപശമശീലാഹ പരമശാന്ത സ്വഭാവമുള്ളവരും, ഉപരതാത്മാനഃ ജിതേന്ദ്രിയന്മാരുമായ മുനയഃ മനനശീലന്മാരായിട്ടുള്ള യോഗികൾ, യത് സമവഗച്ഛതി യാതൊരു വഴിയെ നല്ലതായി അറിഞ്ഞ് ആദരിക്കുന്നുവോ ആ വഴി, ഏതത് യോഗാനുശാസനം അങ്ങനെയുള്ള ഭക്തിജ്ഞാന യോഗ തത്വമാർഗത്തെ ഇത്തരത്തിലുള്ള ആരും തന്നെ നവൈ അവരുന്ധതേ ആശ്രയിക്കുന്നതേയില്ല. പുറമേയുള്ള ആചാരങ്ങളൊക്കെ എല്ലാവരും വളരെ കൃത്യമായി ചെയ്യും. അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ വളരെ എളുപ്പമാണ്. വിളക്ക് കത്തിക്കുക, അമ്പലത്തിൽ പോവുക, വ്രതമെടുക്കുക, അതൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം അതൊക്കെ ഈ വ്രതമെടുക്കുക എന്നതൊക്കെ ഓരോ ദിവസത്തെ കാര്യമാണ്. പക്ഷെ മനനം ചെയ്യുക എന്നത് ഓരോ നിമിഷവും ചെയ്യേണ്ട കാര്യമാണ്. അത് എത്രയോ കാലം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത്രയും അധ്വാനിക്കാനൊന്നും ആർക്കും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഈ എളുപ്പ വഴിയെ സ്വീകരിക്കുകയാണ്. ആ എളുപ്പ വഴിയിൽ കൂടെ തൽക്കാലത്തേക്ക് മാത്രമായിട്ടൊരു സുഖം കിട്ടും. അതിലപ്പുറം നിത്യമായ ഒരു സുഖം ലഭിക്കും എന്നതിനെ കുറിച്ച് ആരും ബോധവാന്മാരല്ല. ആധ്യാത്മിക വഴിയിൽ ഏറ്റവും പ്രധാനം ഹൃദയശുദ്ധിയാണ്. അത് വരുത്തുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കേടുള്ള പണിയാണ്. ഒരുപാട് കാലം കരിപിടിച്ച് കിടന്ന ഒരു പാത്രം വൃത്തിയാക്കാൻ നമ്മൾ ഏത് രീതിയിൽ കഷ്ടപ്പെടണമോ അതുപോലെ നിരന്തരം ഉരച്ച് വൃത്തിയാക്കണം. ഒപ്പം പുതിയ മാലിന്യങ്ങളൊന്നും മനസ്സിൽ കടന്നുകൂടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ആരോടും അസൂയയില്ലാതെ ജീവിക്കാൻ പരിശീലിക്കണം. ആരിലും ദോഷം കാണാതെ ജീവിക്കാൻ പരിശീലിക്കണം. അവനവന്റെ ഉള്ളിൽ ഒന്നിനോടും ആസക്തിയില്ലാതെ ജീവിക്കാൻ പരിശീലിക്കണം. ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കാൻ പരിശീലിക്കണം. എല്ലാറ്റിലും ഒരേ ഒരു ഈശ്വരനാണ് എന്ന് കണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ പരിശീലിക്കണം. എന്നാൽ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനോ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനോ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ആ എളുപ്പ വഴി എല്ലാവർക്കും ഇഷ്ടമാകുന്നത്. മനസ്സിനെ ജയിക്കുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം ഈ ലോകത്തെ കീഴടക്കിയ രാജാക്കന്മാർക്ക് പോലും അതിന് സാധിച്ചിട്ടില്ല. അതാണ് 40ാമത്തെ ശ്ലോകം. യത് അപി ദിഗിഭജയിനോ യജ്ജുനോ യേ വൈ രാജശ്രയ കിന്തു പരം വൃധേ ചൈരൻ അസ്യാം ഏവ മമ ഇയം ഇതി കൃതവൈരാനുബന്ധായാം വിസൃജ്യ സ്വയം ഉപസംഹൃതാഃ. യേ രാജശ്രയഃ വൈ യാവ ചില രാജർഷിമാരുണ്ടോ അവർ ദിഗിഭജയിനഃ ദിഗ്ഗജങ്ങളെ വെല്ലുന്നവരും, അതായത് അതിനെയൊക്കെ ജയിച്ചവരും, യജ്വിനഃ യജ്ഞങ്ങൾ ചെയ്തവരും, യദപി ആയിരുന്നിട്ടുകൂടി ഈശ്വരനെ അറിയുക, ഹൃദയശുദ്ധി വരുത്തി ഈശ്വരനെ ഉള്ളിൽ കുടിയിരുത്തുക എന്ന തത്വത്തെ നാം സമാശ്രയിക്കുന്നില്ല. മാത്രമല്ല തൻ്റേത് എന്ന് വിചാരിച്ച് നടക്കുന്ന ആ ഭൂമിയെ ചൊല്ലി മറ്റ് രാജ്യത്തിലുള്ളവരുമായിട്ട് തർക്കിക്കുന്നു. അതാണ് കിന്തു പരം. മാത്രമോ ഇയം മമ ഇതി, ഈ ഭൂമി എൻ്റെയാണ്, ഈ അതിര് അത് എൻ്റെയാണ്, ഇങ്ങനെയുള്ള ആസക്തിയാൽ കൃതവൈരാനുബന്ധായ അന്യരോട് വിരോധം ഉണ്ടാക്കി വെക്കുന്ന അസ്യാം ഏവ ഈ ഭൂമിയിൽ തന്നെ വിസൃജ്യ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് സ്വയം ഉപസംഹൃതാഹ സ്വന്തം ജീവിതത്തിൽ നിന്ന് വിരമിച്ചവരായി മൃധേ ശരീരൻ എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ് നടന്ന അതേ ഭൂമിയിൽ 6 അടി മണ്ണിൽ കിടക്കേണ്ടി വരുന്നു. അങ്ങനെ ആ പോർക്കളത്തിൽ വീണ് കിടക്കുന്നു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശത്രുതയിലാകുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ്. അത് സഹോദരി സഹോദരന്മാരാകട്ടെ, ബന്ധുമിത്രാദികളാകട്ടെ, ഇനി അതുവരെ അത്രയും സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന അയൽവാസികളാകട്ടെ,
പരസ്പരം വാളെടുത്ത് വെട്ടാൻ പോലും മടിക്കുന്നില്ല. ഇത് എൻ്റെ ഭൂമി, എൻ്റെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ആർത്തട്ടഹസിക്കുന്നു. അപ്പോൾ ഈ പ്രകൃതി പറയും ഇതെല്ലാം എൻ്റെയാണെന്ന്. അങ്ങനെ ഒരു സുനാമി വന്ന് എല്ലാം നക്കിത്തുടച്ച് കൊണ്ടുപോകുന്നു. ഇനി ആദ്യം പറഞ്ഞത് ഇത് ഇടകലർത്തിയൊക്കെയാണ് പറയുന്നത്. ആ ഗർത്തത്തിൽ വീണപ്പോൾ ഒരു വള്ളിയിൽ തൂങ്ങി നിന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. 41-ാമത്തെ ശ്ലോകം. കർമ്മവല്ലീം അവലംബ്യ തതഃ ആപദഃ കഥംചിത് നരകാത് വിമുക്തഃ പുനഃ അപി ഏവം സംസാര അധ്വനി വർത്തമാനോ നരലോകസാർത്ഥം ഉപയാതി ഏവം ഉപരിഗതഃ അപി. കർമ്മവല്ലീം അവലംബ്യ, നമ്മൾ ഈ പിടിച്ചു തൂങ്ങുന്ന വള്ളി എന്ന് പറയുന്നത് നമ്മുടെ പ്രാരബ്ധ കർമ്മമാണ്. അതൊടുങ്ങുന്നത് വരെ നമ്മൾ ഈ സംസാരത്തിൽ ഇങ്ങനെ കറങ്ങിക്കളിക്കും. എന്നാൽ അത് ഒടുങ്ങാതിരിക്കുമ്പോൾ നമ്മൾ എത്ര വലിയ അസുഖങ്ങളിലേക്ക് വീണുപോയാലും വീണ്ടും തിരിച്ചു വരാം. അതിനെയാണ് പ്രാരബ്ധ കർമ്മമാകുന്ന വള്ളിയിൽ പിടിച്ചു തൂങ്ങി കർമ്മവല്ലീം അവലംബ്യ തതഃ ആപതഃ, ആ സമയത്തുണ്ടാകുന്ന തൽക്കാലത്തെ ഒരു നരക ദുഃഖത്തിൽ നിന്ന് നമ്മുടെ പ്രാരബ്ധം ബാക്കിയാവുന്നത് കൊണ്ട് മാത്രം കഥഞ്ചിത് മുക്തഃ, ഏതെങ്കിലും തരത്തിൽ വിമുക്തനായെന്ന് വരികിലും പിന്നീട് പ്രാരബ്ധമൊടുങ്ങുമ്പോൾ വീണ്ടും നമ്മൾ ഈ ലോകത്ത് മണ്ണടിയുന്നു. പുനഃ അപി ഏവം, വീണ്ടും ഇതേ സംസാര മാർഗത്തിൽ സംസാര അധ്വനി വർത്തമാനഃ, ഇതേ ഭവ അടവിയിൽ വന്ന് പെട്ട് നരലോകസാർത്ഥം മർത്യലോകമാകുന്ന വണിക് സംഘത്തിലേക്ക് കൂടുതൽ കർമ്മം ചെയ്യുന്നു, ആ കർമ്മഫലത്തെ സമ്പാദിക്കുന്നു. ഇങ്ങനെയുള്ള ആ വണിക് സംഘത്തിലേക്ക് വന്നു ചേരുന്നു. ഏവം ഉപരിഗതഃ അപി, ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയാലും അവിടെ പുണ്യം ക്ഷീണമാകുമ്പോൾ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശതി, തങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തികളുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കണം. ഇപ്രകാരം സ്വർഗാദി ഉപരിലോകത്തിൽ എത്തിയവരും ഭൂമിയിൽ തന്നെ വന്നു ചേർന്ന് ഈ വണിക് സംഘങ്ങളെ പോലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആ ഭവാടവിയുടെ വിശദീകരണം അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് വീണ്ടും ആ ഭരതന്റെ ശ്രേഷ്ഠമായ ജന്മത്തെക്കുറിച്ച് ഒന്നുകൂടെ സ്മരിക്കുന്നു. തസ്യ ഇദം ഉപഗായന്തി, ആ ഭരതന്റെ ഇപ്രകാരമുള്ള ചരിതത്തെ നമുക്കിങ്ങനെ ശ്ലാഘിക്കാം. 42-ാമത്തെ ശ്ലോകം. ആർഷഭസ്യ ഇഹ രാജശ്രേഹേ മനസ മഹാത്മനഃ ന അനുവത്മ അർഹത്തെ നൃപോ മക്ഷികാ ഇവ ഗരുത്മതഃ. ആർഷഭസ്യ, ഋഷഭദേവപുത്രനും മഹാത്മനഃ മഹാത്മാവുമായ രാജശ്രേഹേ ഭരതരാജശ്രീയുടെ വത്മ അസാധാരണ മാർഗത്തെ ഗരുത്മതഃ. ഇനി ഒരു ഉപമ പറയുകയാണ്. ഗരുഡന്റെ മാർഗത്തെ ഒരു ഈച്ചയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതാണ് മക്ഷിക ഇവ. ഗരുഡന്റെ മാർഗത്തെ ഈച്ചയ്ക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവ എന്നതുപോലെ മനസാ അപി, നമുക്കൊന്നും മനസ്സുകൊണ്ടുപോലും അനുഗന്തും അനുഗമിക്കുവാൻ ഇനി വേറൊരു നൃപനാകട്ടെ, ഒരു രാജാവാണെങ്കിൽ പോലും ന അർഹതി, സാധിക്കുന്നതല്ല. അത്രയും ശ്രേഷ്ഠമായ ഒരു ജന്മമായിരുന്നു ഭരതന്റെ ജന്മം. പിന്നീട് ജഡഭരതനായിട്ട് മഹായോഗിയായി അവധൂതനായി ആ ജന്മം ഭഗവാനിൽ ലയിച്ചു ചേർന്നു. ഇനി ഇടക്കു വെച്ചൊന്ന് യോഗഭ്രഷ്ടനായെങ്കിലും അതിനു മുൻപ് അദ്ദേഹം കാണിച്ച ആ ത്യാഗം എത്ര മഹത്തരമായിരുന്നു എന്ന് പറയുകയാണ്. 43-ാമത്തെ ശ്ലോകം. യോ ദുസ്ത്യജാൻ ദാരസുതാൻ സുഹൃത് രാജ്യം ഹൃദി സ്പൃശഃ ജഹൗ യുവാ ഏവ മലവത് ഉത്തമ ശ്ലോക ലാലസഃ. യഹ, യാതൊരു ഭരതൻ, യുവായേവ, യൗവനദശയിൽ ഇരിക്കുമ്പോഴാണ് ഉത്തമ ശ്ലോകലാലസഃ, ഭഗവാൻ ശ്രീഹരിയിൽ പ്രേമഭക്തിയാർന്ന് ഹൃദിസ്പൃശഃ,
ഏവരുടെയും ഹൃദയം കവരുന്നതും ദുസ്ത്യജാൻ ത്യജിക്കുവാൻ പ്രയാസമുള്ളതും ആയിട്ടുള്ള ദാരസുതാൻ ഭാര്യാമക്കളെയും സുഹൃത്തുക്കളെയും എന്തിന് ആരും കൊതിക്കുന്ന രാജ്യം രാജ്യാധികാരത്തെ പോലും മലവത്ത് അതൊക്കെ വിസർജ്യമാണ് എന്നതുപോലെ ജഹൗ ഉപേക്ഷിച്ചുവല്ലോ. ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ്, ആ യുവാവായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ യൗവനാവസ്ഥ, നമ്മുടെ ഇന്നത്തെ യൗവനാവസ്ഥയല്ല അന്നത്തെ കാലത്തെ യൗവനാവസ്ഥ, അവിടെ 50ഉം 60ഉം വയസ്സും യൗവനമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും ആ സമയത്താണ് ഭാര്യാമക്കളെയൊക്കെ ഉപേക്ഷിച്ച് രാജ്യത്തെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയത്. അതൊക്കെ ഒരു വലിയ ത്യാഗം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ രാജ്യ ഐശ്വര്യത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ലക്ഷ്മിയെ വേണ്ടെന്ന് വെക്കുന്നതിന് തുല്യമാണ്. അതിനു പോലും അദ്ദേഹം മടിച്ചില്ല. അതാണ് 44-ാമത്തെ ശ്ലോകം. യോ ദുസ്ത്യജാൻ ക്ഷിതി സുത സ്വജനാർത്ഥധാരാൻ പ്രാർത്ഥ്യാം ശ്രിയം സുരവരൈഹി സദയാവലോകാം ന ഐച്ഛത് നൃപഃ തദ് ഉചിതം മഹതാം മധുദ്വിറ്റ് സേവാനുരക്തമനസാം അഭവഃ അപി ഫൽഗുഹു. യഹ നൃപഃ യാതൊരു മഹാരാജാവ് ദുസ്ത്യജാൻ ഒഴിച്ച് വിടാൻ പ്രയാസമേറിയ ക്ഷിതി ഭൂമി സുതന്മാർ പുത്രന്മാർ സ്വജനാർത്ഥം സ്വജനങ്ങൾ അർത്ഥം എന്നാൽ സമ്പത്ത് ധാരാൻ ഭാര്യ എന്നിവരെയും ഇനി ദേവന്മാർ പോലും പ്രാർത്ഥിക്കുന്നതാണ് മഹാലക്ഷ്മിയുടെ കടാക്ഷം. അതാണ് സുരവരൈഹി പ്രാർത്ഥ്യാം, ദേവമുഖ്യന്മാരാൽ പോലും അഭിലഷിക്കപ്പെടുന്നവളും ആ മഹാലക്ഷ്മിയുടെ കടാക്ഷം ലഭിച്ചവനാണ് ഭരതൻ. സദയ അവലോകാം, അങ്ങനെയുള്ള ആ മഹാലക്ഷ്മിയുടെ കൃപാദൃഷ്ടിക്ക് പാത്രീഭവിച്ചവനായിട്ട് പോലും ആ ശ്രിയം ലക്ഷ്മി ഭഗവതിയെയും ന ഐച്ഛത് അഭിലഷിച്ചില്ല. അതാണ് രാജ്യാധികാരത്തെയും രാജ്യ ഐശ്വര്യത്തെയും ഉപേക്ഷിക്കാൻ കാരണം. അത് ഉചിതം, അതങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ. കാരണം മധുദ്വിറ്റ്, മധുവിന്റെ ദ്വേഷനായ മധുവൈരിയായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയുടെ സേവാനുരക്ത മനസാം തൃപ്പാദ സേവനത്തിൽ ആസക്ത ചിത്തന്മാരായ മഹതാം മഹാത്മാക്കൾക്ക് അഭവഃ അപി, ഈ ഭൂമിയിൽ നിന്നുള്ള എന്നേക്കുമായ മുക്തി പോലും അവർക്ക് ഫൽഗുഹു നിസ്സാരമാണ്. ആ മുക്തി പോലുമല്ല അവരാഗ്രഹിക്കുക. എത്ര ജന്മം ലഭിച്ചാലും ഭക്തനായിട്ട് ജനിക്കാൻ സാധിക്കണം എന്ന് മാത്രമേ അവരാഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ മുക്തിയെ പോലും നിസ്സാരമാക്കുന്ന ഇത്തരം ഭഗവത് ഭക്തന്മാർ രാജ്യലക്ഷ്മിയെ ഉപേക്ഷിച്ചതൊക്കെ ഇത്ര അതിശയിക്കാൻ ഒന്നുമില്ലാത്തതാണ്. മാനിനോടുള്ള സ്നേഹാധിക്യം കാരണം പിന്നീട് ഒരു മാൻ ജന്മം ലഭിച്ചപ്പോൾ പോലും ആ ജന്മത്തെ മൃഗജന്മത്തെ ഉപേക്ഷിക്കുമ്പോഴും ഭഗവത് ഭക്തിയിലാണ് ആ ഭരതൻ ഇരുന്നത് എന്നതാണ് ഇനി 45-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യജ്ഞായ ധർമ്മപതയേ വിധി നൈപുണായ യോഗായ സാംഖ്യശിരസേ പ്രകൃതീശ്വരായ നാരായണായ ഹരയേ നമ ഇതി ഉദാരം ഹാസ്യൻ മൃഗത്വം അപി യഹ സമുദാജഹാര. ആ മൃഗജന്മത്തിലും ഭഗവാനോടുള്ള ഭക്തി ആദരം ഭരതൻ ഉണ്ടായിരുന്നു എന്നത് മൃഗജന്മത്തിൻ്റെ അവസാനം അദ്ദേഹം ഇപ്രകാരം നമസ്കരിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തായിരുന്നു ആ നമസ്കാരം? യജ്ഞായ, യജ്ഞസ്വരൂപനായിക്കൊണ്ട്, ധർമ്മപതയെ, യജ്ഞങ്ങളുടെ ധാർമ്മിക കർമ്മങ്ങളുടെ ഫലദാതാവായിട്ടിരിക്കുന്ന, വിധി നൈപുണായ, അവയുടെ അനുഷ്ഠാന പദ്ധതിയിലും നിപുണത ചേർന്നിട്ടുള്ളവനും ആയിട്ടുള്ള, സാംഖ്യശിരസേ, ജ്ഞാനമാകുന്ന പ്രധാന ഫലത്തോടുകൂടിയ, യോഗായ, അഷ്ടാംഗയോഗമായിട്ട്
പ്രകൃതീശ്വരായ മായയുടെ നിയന്താവായി നാരായണായ സർവജീവജാലങ്ങൾക്കും ആശ്രയഭൂതനുമായിരിക്കുന്ന ഹരയേ നമ, ഭഗവാൻ ശ്രീഹരിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞാണ് ആ മൃഗത്വം അപി, മൃഗശരീരത്തെ പോലും ഹാസ്യൻ ഉപേക്ഷിക്കാൻ പോയത് എന്ന് പറയുമ്പോൾ പിന്നെ യഹ ഉദാരം, ഇങ്ങനെ ആ മൃഗജന്മത്തിലും യാതൊരാൾ ഉറക്കെ സമുദാജഹാര ഉച്ചരിക്കയുണ്ടായോ അത് ആ ഭരതനെ സംബന്ധിച്ച് ഉചിതം തന്നെയാണ്. കാരണം ഒരിക്കൽ ഭക്തി ഉറച്ചു കിട്ടിയാൽ ഇനി ഏത് ജന്മമായാലും അതിൻ്റെ സംസ്കാരം ഉള്ളിലുണ്ടാവുക തന്നെ ചെയ്യും. ഭരതചരിതത്തിൻ്റെ ഫലശ്രുതി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. 46 യ ഇദം ഭാഗവത ചഭാജിത അവതാത ഗുണകർമ്മണോ രാജർഷേഹേ ഭരതസ്യ അനുചരിതം സ്വസ്ത്യയനം ആയുഷ്യം ധന്യം യശസ്യം സ്വർഗ്യ അപവർഗ്യം വ അനുശൃണോതി ആഖ്യാസ്യതി അഭിനന്ദതി ച സർവാ ഏവ ആശിഷഃ ആത്മനഃ ആശാഃ തേ ന കാഞ്ചന പരത ഇതി. ഭാഗവത ഭക്തജനങ്ങളാൽ സഭാജിത അവതാത ഗുണകർമ്മണഃ, സമാരാധിതമായ വിശുദ്ധ ഗുണകർമ്മങ്ങളോടുകൂടിയ രാജർഷേഹ ഭരതസ്യ, രാജർഷിയായ ഭരതന്റെ സ്വസ്ത്യയനം ക്ഷേമകരവും ആയുഷ്യം ആയുസ്സിനെ തരുന്നതും ധന്യം ധനസമൃദ്ധിപ്രദവും യശസ്യം യശസ്കരവും സ്വർഗ്യാപവർഗ്യം സ്വർഗത്തിനും മുക്തിക്കും പ്രയോജനപ്പെടുന്നതും ആയിട്ടുള്ള ഇതം അനുചരിതം, ഈ പാവന ചരിത്രത്തെ യഹ അനുശൃണോതി വാ, യാതൊരാൾ തുടർച്ചയായി ശ്രവിക്കുകയോ ആഖ്യാസ്യതി, ഈ കഥയെ പറഞ്ഞുകൊടുക്കുകയോ അഭിനന്ദതീച്ച, അത് മനസ്സാൽ അംഗീകരിച്ചുകൊണ്ട് ആ ഒരു കഥയെ മനനം ചെയ്യുക, ഇങ്ങനെയൊക്കെ ആരാണോ ചെയ്യുന്നത് അവർക്ക് സർവാഹ ഏവ ആശിഷഃ, എല്ലാ അഭീഷ്ടങ്ങളും ആത്മനഃ ആശാസ്തേ, അത് സ്വയമേവ വന്നു ചേരുന്നു എന്നാണ്. അതായത് പരതഃ കാഞ്ചന ന ഇതി, മറ്റൊരാളിൽ നിന്ന് യാതൊന്നിനെയും അപേക്ഷിക്കുന്നതല്ല, എല്ലാം സ്വയമേവ വന്നു ചേരും. ഭാഗവതോത്തമന്മാർ സർവദാ ആദരിക്കുകയും പരിശുദ്ധ കർമ്മങ്ങൾ അടങ്ങിയതുമായ ഭരതന്റെ പുണ്യചരിതം ആരാണോ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ നിരന്തരം മനനം ചെയ്യുകയോ ചെയ്യുന്നത് അവന് സർവമംഗളങ്ങളും ആ ഭഗവാനിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. അതാണ് സ്വയമേവ വന്നു ചേരുന്നു. പിന്നീട് ഈ ലോകത്തിൽ നിന്ന് ആരുടെയും സഹായം തേടുന്നതല്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇങ്ങനെയൊരു ഫലശ്രുതിയോടുകൂടിയാണ് 5-ാമത്തെ സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ ഭരതോപാഖ്യാനേ പരോക്ഷ വിവരണം നാമ 14-ോऽധ്യായഃ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.